നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡിന്നറാണ്. ഡിന്നർ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഡിന്നർ എപ്പോഴും നമ്മൾ എയർലി എടുക്കുക. അത് ഡിന്നർ ലേറ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും അസിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ അസിഡിറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാവുകയും ചെയ്യുന്നു. രണ്ടാമത്തേന്ന് വെച്ചെങ്കിൽ നമ്മൾ കിടന്നപാടെ ലീൻ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡൈജഷന് വേണ്ടി അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അവിടെ റിവേഴ്സ് ആക്ഷൻ നടക്കുകയും ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആകാത്തപ്പം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല. അതായത് ഒരു 2 അല്ലെങ്കിൽ 2.5 hours ഓഫ് ഗ്യാപ്പ് കഴിച്ചിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഹൃദയമിടിപ്പ് കൂടുക, അല്ലെങ്കിൽ ആ ഒരു നെഞ്ചരിച്ചിൽ വരിക, ഇങ്ങനത്തെ കണ്ടീഷൻസ് വരികയും അസിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള കണ്ടീഷൻ വരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ അസിഡിറ്റീൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും.